ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണ പ്രിൻസസ് കട്ട് പാഡഡ് ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ സാരിയാണ്. അപ്പം നമുക്കതിന് മാച്ചിങ് ആയിട്ടൊരു ലൈനിങ് അവർക്ക് കിട്ടിയില്ലായിരുന്നു. സോ നമ്മൾ നോക്കിയപ്പോൾ നമുക്കും കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഷോപ്പിലുണ്ടായിരുന്ന ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ ബ്ലൗസ് പ്രിൻസസ് കട്ട് പാഡഡ് ആണ്. പിന്നെ ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. പിന്നെ ഒരു ചെറിയൊരു സ്കാലപ്പ് ഡിസൈനാണ് നമ്മുടെ ബാക്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണുക. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ഫുൾ കട്ടിങ്ങിൻ്റെ, അതായത് പാഡഡ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഫുൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക ഫുൾ വീഡിയോ കാണുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ലൈനിങ് എല്ലാം അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി മാർക്കിങ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്തായാലും 14 ലെങ്ത്താണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത്. നമ്മൾ അത് 14 ലെങ്ത്തും 32 സൈസ് ആണ് നമ്മുടെ ബ്ലൗസ് സൈസ് വരുന്നത്. സോ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റും അതേപോലെ തന്നെ ഫുൾ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് സ്പേസ് ഇട്ടിട്ട് നമുക്ക് മെയിൻ മെഷർമെൻറ്റ്സ്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും അതുപോലെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ എന്തായാലും 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് സ്പേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നത്, അതായത് നമ്മുടെ ചെസ്റ്റ് സൈഡിൻ്റെ മെഷർമെൻറ്റും ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെയൊക്കെ 4/1 ആണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്, 4 ഭാഗം. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഫ്രീ സ്പേസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വണ്ണം അനുസരിച്ച് ഈവൻ ടൈറ്റും ലൂസൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 1.5 ഇഞ്ച് ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്കിൻ്റെ വിഡ്ത്തിൻ്റെ പകുതി ഭാഗം അവിടെ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ഇപ്പം ബാക്ക് നെക്ക് കൂടുതലാണെങ്കിൽ ഷോൾഡറിൻ്റെ അത് കുറഞ്ഞ് വരും. ഏകദേശം എന്തോരം കൂടുന്നോ അനുസരിച്ച് കുറഞ്ഞ് വരും. അപ്പോൾ അത് ബാക്ക് നെക്ക് നമ്മൾ ഷോൾഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ഒരു കർവ് സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരുന്ന ലൈൻസ് എല്ലാം സ്ട്രെയിറ്റിൽ മാർക്ക് ചെയ്തു. ആം ഹോളിൻ്റേത് നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് മേക്ക് ഷുവർ ചെയ്യുക അത് റേഡിയസ്, അത് നമ്മളെടുത്ത ആം ഹോളിൻ്റെ ഇത് കറക്റ്റാണെന്ന് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതേപോലെ ഇപ്പം നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കുറച്ച പോലെ നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ആം ഹോൾ എടുത്തേക്കുന്ന മെഷർമെൻറ്റിൻ്റെ പകുതിയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. സോ അത് നമ്മൾ ആ ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് മൈനസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ കൂടുതലാണെങ്കിൽ ഇതുപോലെ കുറവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആ നേരത്തെ കുറച്ചതൊക്കെ മൈനസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. സോ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ, അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റിച്ചിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് സ്പേസ് സൈഡുകളിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മേക്ക് ഷുവർ ചെയ്യുക ഇതേപോലെ കട്ട് ചെയ്തിടുക. കാരണം വെച്ചാൽ നമ്മളൊരു മാർക്കിംഗ് കട്ട് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ്ങും മെയിൻ പീസൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള പ്ലേസിങ് കിട്ടും. ഈവൻ നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വെക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ പീസ് കട്ട് ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതിന് ആ പീസ് എടുത്ത് ലൈനിങ്ങിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തു. അതിനുശേഷം നെക്ക് ടു അപ്പെക്സ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തേക്കുന്ന ഇതുണ്ടല്ലോ മെയിൻ പീസ്, അതിൻ്റെ നമ്മുടെ മെയിൻ ലെങ്ത്തിൽ നിന്ന്, അതായത് അപ്പെക്സ് പോയിൻ്റിൻ്റെ പകുതി, അപ്പെക്സ് ടു അപ്പെക്സ് പോയിൻറ്റിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുക, അത് കണക്ട് ചെയ്യുക. 2 ലൈനും കൂടി കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നെക്ക് ടു അപ്പെക്സ് മാർക്ക് ചെയ്തേക്കുന്ന ആ ലൈനും കൂടി അതുകൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ ഈ കർവ്, അതായത് നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ ആ കർവ് മാർക്ക് ചെയ്യുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ആ കട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ള മാർക്കിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട്, അതായത് ഷാർപ്പായിട്ടുള്ള ഇങ്ങനെ റൗണ്ട് വരുന്ന മാർക്കിംഗ് ടൂൾസ് ഉണ്ട്. സോ അങ്ങനെയുള്ള മാർക്കിംഗ് ടൂൾസ് ഉപയോഗിച്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതായത് അടിയിൽ ആ മാർക്കിംഗ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ മാർക്കിംഗ് ടൂൾസ് ഇല്ലാത്തവർക്ക് ഏതെങ്കിലും ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്, അതായത് മാർക്കിംഗ് അടിയിൽ വരുന്ന രീതിയിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നേരത്തെ കട്ട് ചെയ്ത പോലെ ആ മാർക്കിങ് കട്ട് ചെയ്തിടുക. കണ്ടോ, നമുക്കതിൽ ഓൾറെഡി മാർക്കിങ് വന്നിട്ടുണ്ട്. ആ മാർക്കിങ് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സോ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ വീണ്ടും നമുക്ക് ലൈനിങ് നൈസായിട്ട് പ്ലേസ് ചെയ്ത് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കാം. എപ്പോഴും നമ്മളിങ്ങനെ ചെറിയ ചെറിയ ചുളിവുകളുണ്ടെങ്കിലും തന്നെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ എല്ലാവരും അത് മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പം ആദ്യമായിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അയണിങ് ഇത്തിരി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ അതിനകത്തേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാർക്കിങ് ഇട്ടേക്കുന്നത് നമ്മൾ കുറച്ച് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് അവിടെയാണ് ആ മാർക്കിങ്ങിനും സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. സോ അതെല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക, അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്ന്. ഇതിന് നമുക്ക് ആ ഫുൾ ലെങ്ത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഈ വരുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അത്രയും കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോത്ത് വെറുതെ വേസ്റ്റായി പോകും. നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ആ കർവ്ഡ് സ്കെയിൽ വെച്ച് നമുക്ക് ആ ഷേപ്പ് ഒന്ന് ഡ്രോ ചെയ്തെടുക്കാം. എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക ഇങ്ങനെയുള്ള ടൂളുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ. ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മേക്ക് ഷുവർ ചെയ്യുക ഇതിനൊക്കെ അധികം കോസ്റ്റ് വരുന്ന ടൂൾസും കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ആ ഷേപ്പ് അനുസരിച്ച് നമുക്ക് കട്ടെടുക്കാം. പിന്നെ ഫ്രഞ്ച് കർവ് ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രഞ്ച് കവറൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇത്തിരി കൂടി എക്സ്പീരിയൻസ് വന്നതിന് ശേഷം ചോക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫ്രഞ്ച് കർവൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കിങ്സ് എപ്പോഴും നമ്മൾ മാർക്കിങ്സ് ചെയ്യുക. കാരണം വെച്ചാൽ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈനിങ് പ്ലേസ് ചെയ്യാൻ നേരത്ത്, മെയിൻ മെറ്റീരിയലൊക്കെ പ്ലേസ് ചെയ്യാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് അത് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ ചോക്ക് ഉപയോഗിച്ച് സൈഡ് പോർഷൻ്റെ അത് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഫ്രണ്ട് നെക്ക് ആയതുകൊണ്ട് നമ്മളിതിപ്പോൾ ഫ്രണ്ട് പോർഷനിലായതുകൊണ്ട്, ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനായതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കാണും നമ്മുടെ ചില ബ്ലൗസുകളിലൊക്കെ ഫ്രണ്ട് സൈഡിങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്. അത് വെച്ചാൽ നമ്മുടെ ഇത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം ഫ്രണ്ട് പോർഷൻ എപ്പോഴും ഇത്തിരി അകത്തേക്ക് കർവായി കട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ചെറിയ ചുളുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഷോൾഡറല്ല ആം ഹോളിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ ചെറിയ ചുളിവ് വരാൻ സാധ്യതയുണ്ട്. സോ അത് മേക്ക് ഷുവർ ചെയ്യുക, അങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, നമ്മൾ മാർക്ക് ചെയ്ത ആ പോർഷനിലൂടെ അല്ല കട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ സ്റ്റാർട്ടിങ് ഒരു 1/2 ഇഞ്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 1.5 വരെ നമ്മളൊരു സ്പേസ് തരുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. നമ്മളെ ഫ്രണ്ട് ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയി, അതനുസരിച്ചാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു 1 ഇഞ്ച് ടു ഒരു 3.5 ഇഞ്ച് വരെ നമ്മൾ അത് ആ സ്പേസ് ഇടാറുണ്ട്. കാരണം വെച്ചാൽ ആ ഓരോരുത്തരുടെ ബോഡിയുടെ ഇതനുസരിച്ച് നമുക്കത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇയാൾക്ക് നമുക്ക് ഏകദേശം ഒരു
1 ഇഞ്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 30 സൈസാണ് ഒരു സൈസ് വരുന്നത്. ഒരു 1 ഇഞ്ചാണ് നമ്മൾ അവർക്ക് ആ സ്പേസ് ഇട്ടേക്കുന്നത്. പിന്നെ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് സ്പേസ്. അപ്പം ഏകദേശം 1.5 ഇഞ്ചാണ് നമ്മൾ ഏറ്റവും വിടുത്ത് കൂടിയൊക്കെ എടുത്ത് വന്നേക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രണ്ടും ബാക്കിൻ്റെ ലൈനിങ് കട്ടിങ്ങായി. ഇനി നമുക്കിത് പാഡഡ് ആയതുകൊണ്ട് നമുക്ക് പാഡിനുള്ള ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. പാഡഡ് ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷൻ 2 പീസ് വരും, ലൈനിങ് പീസ് 2 വരും. അത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ട് പോർഷൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. സോ എല്ലാവരും മേക്ക് ഷുവർ ചെയ്യുക, വീഡിയോസ് ഫുൾ വാച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കട്ടിങ് കാര്യങ്ങളും നിങ്ങൾ ശരിക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കാണുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്രീ ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രീ ട്രയൽ ചെയ്ത് നോക്കുക. അതായത് ലൈനിങ് മെറ്റീരിയൽസ്, ചീപ്പായിട്ട് കിട്ടുന്ന ലൈനിങ് മെറ്റീരിയൽസൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക മെയിൻ ക്ലോത്തുകൾ എടുക്കുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എന്തായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മെയിൻ പീസ് എടുത്ത് കട്ട് ചെയ്യുന്നത് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ആണ് എല്ലാവരെയും പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, എക്സ്പീരിയൻസ് മേക്ക് പെർഫെക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ. അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ നോർമൽ ഏതെങ്കിലും ലൈനിങ് ക്ലോത്തുകളോ എന്നെടുത്ത് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം മെയിൻ ഫാബ്രിക്കുകൾ, ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ മെയിൻ ഫാബ്രിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ സൈഡ് പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള മോർ വീഡിയോസ്, അതായത് നമ്മളെന്തായാലും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് മാത്രമല്ല, ഇതിനെക്കാട്ടും ഹെവി ആയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നിങ്ങൾക്ക് ഇതേപോലുള്ള ഹെവി ആയിട്ടുള്ള ഇതിലും ഹെവി ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിപ്പെടും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളും നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യുന്നത്, ഇതിപ്പം ബാക്കി എല്ലാത്തിനും കട്ടിങ് ആയി. ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് ആയിട്ടില്ലായിരുന്നു. സ്ലീവിൻ്റെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ സ്ലീവ് ഒരു ചെറിയ സ്ലീവാണ്, അതൊരു 5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു സ്ലീവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് സ്പേസ് ഇട്ടതിന് ശേഷം നമ്മുടെ ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളത് എൻ്റെ ആം ഹോളിൻ്റെ ഹാഫ് അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തിട്ടേക്കുക. അതിൽ വന്ന് വേണം നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ സ്ലീവിനൊരു കർവ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുക. ആ ഒരു കർവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധയോടെ നോക്കണം എല്ലാവരും. നമ്മൾ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്യും. ഇതാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്ന പോർഷനാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്കിൽ ജസ്റ്റ് ഒരു കർവ് വന്നിട്ടാണ്, അങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത്. ബാക്ക് അതിന് നമ്മളൊരു 1.5 ഇഞ്ച് ഒരു സ്റ്റിച്ചിങ് സ്പേസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം മേക്ക് ഷുവർ ചെയ്യുക നമ്മളെടുത്ത ആ മെഷർമെൻറ്റ്, അതായത് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് പക്കയല്ലേ എന്ന് മാർക്ക് ചെയ്യുക. അത് കുറവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ മാർക്കിങ് ഒന്ന് കട്ട് ചെയ്തേക്കുക. പിന്നെ ഇതിൻ്റെ നമ്മൾ ഒരു ഹാഫ് പോർഷൻ, അതായത് ഫ്രണ്ട് നെക്കിലേക്ക് വരുന്ന സ്റ്റിച്ചിങ് വരുന്ന ആ സ്പേസ് നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്കിൻ്റെ കട്ട് ചെയ്തെടുത്തില്ല, ആം ഹോൾ ചെറുതായിട്ട് അകത്തേക്ക് ആക്കിയിട്ട്, അതേപോലെ ഇതും കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടി കറക്റ്റായിട്ട് വരുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ ആ നമ്മുടെ ചുളിവ് വരുന്നത് മാറത്തുള്ളൂ.
ഓക്കെ, അപ്പം സ്ലീവിൻ്റെ കട്ടിങ്ങായി, സ്ലീവിങ് ലൈനിങ് കട്ടിങ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും മെയിൻ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ കട്ടിങ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി മെയിൻ പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമ്മൾക്കൊരു ഫുൾ സാരിയാണ് തന്നേക്കുന്നത് ക്ലയൻറ്റ്. അപ്പം അതിൻ്റെ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് മെഷർമെൻറ്റ് ചെയ്തെടുക്കണം. സാധാരണ നമുക്കൊരു 5.5 സാരിക്ക് നമുക്ക് നോർമലി വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ലൈനിങ് പ്ലേസ് ചെയ്ത് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ മെഷർമെൻറ്റ് ടേബിളിൽ 1 മീറ്റർ മെഷർമെൻറ്റ് എടുത്തിട്ട് മെഷർമെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു 6:30 അതടുത്തോളം ഉണ്ട് സാരി ലെങ്ത്ത്. അപ്പം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇത് ലൈനിങ് വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു കറക്റ്റായിട്ട് ആ ലൈനിങ്ങിൻ്റെ അതേപോലെ ഒരിക്കലും കട്ട് ചെയ്തെടുക്കരുത്. ജസ്റ്റ് കുറച്ച് ഇത്തിരി സ്പേസ്, ഒരു 1/2 ഇഞ്ചോ ഒരു 1 ഇഞ്ചൊക്കെ സ്പേസ് ഇട്ടതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ നമ്മൾ കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രശ്നങ്ങളാകും, മിസ്റ്റേക്കനാകും. അപ്പം നമ്മളെപ്പോഴും ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇത് ലൈനിങ് പ്ലേസ് ചെയ്തതിന് ശേഷം ചെറിയൊരു സ്പേസ് ഇട്ടേക്കണം എന്നുണ്ട്. നോക്കി ഇതെല്ലാം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതനുസരിച്ച് സ്പേസ് ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ എന്തായാലും ഫ്യൂസിങ് സ്റ്റിച്ചിങ് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇങ്ങനെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും കൂടി ഫ്യൂസ് ചെയ്യും. അതിന് ശേഷമാണല്ലോ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അപ്പം ആ ഫ്യൂസിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പക്കയായിട്ട് ഈ ലൈനിങ് നമ്മുടെ മെയിൻ മെറ്റീരിയലും പൊക്കത്ത് പ്ലേസ് ചെയ്ത് പക്കയായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതായത് ഫ്യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ലൈനിങ്, അത് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നമുക്കധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അതായത് ഇപ്പം നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ എങ്ങനെയും കയറി ഇറങ്ങിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പ്രശ്നമാകും. സോ ഇങ്ങനെ ലാസ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്യൂസ് ചെയ്തതിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്ക് മെയിൻ മെറ്റീരിയൽ ഉണ്ടാകും. ഇപ്പോൾ ലൈനിങ് വെച്ച് മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് വെച്ച് നോക്കുക. എന്നിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇപ്പം മെയിൻ മെറ്റീരിയലിൽ ഇത്തിരി കൂടുതൽ അത് കുറവ് മാത്രം മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പം നമ്മളങ്ങനെ വെച്ച് നോക്കിയതിന് ശേഷം ആണിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ കേസിൽ 1 മീറ്റർ ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് പീസൊക്കെ കുറച്ച് മെറ്റീരിയൽ വേസ്റ്റായിട്ട് പോകും. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അങ്ങനെ വേസ്റ്റ് വരത്തില്ല. സോ നിങ്ങൾ ബ്ലൗസ് കട്ട് ചെയ്യാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ എല്ലാ പീസുകളിലെയും കട്ടിങ് ആയിട്ടുണ്ട്, മെയിൻ മെറ്റീരിയൽ കട്ടിങ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാഡിങ് വരുന്നതിൻ്റെ അതിൻ്റെ എക്സ്ട്രാ ലൈനിങ് ആണ്. സോ എല്ലാവരും വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് ഫുള്ള് വാച്ച് ചെയ്ത് ഒരു പ്രാവശ്യം ട്രയലും 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ഒരു നോർമൽ ക്ലോത്തുകളിലേക്ക്, അതായത് ചീപ്പായിട്ടുള്ള ക്ലോത്തുകളിലൊക്കെ ട്രയൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മെയിൻ മെറ്റീരിയലിലേക്ക് കട്ടിങ് കാര്യങ്ങളും ചെയ്യുക. ഇതിപ്പം ഓൾറെഡി ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തു, പാഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കട്ടിങ് വീഡിയോസാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ, അതായത് ഫുൾ നെക്കിൻ്റെ കട്ടിങ്ങും എല്ലാം ഫുൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതേപോലെ മോർ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ മേക്ക് ഷുവർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ. കാരണം വെച്ചാൽ ഇതുപോലെ വീഡിയോസും കൂടുതലും അതായത് സ്റ്റിച്ചിങ്ങിനെ കൂടുതലൊക്കെ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവും. സോ അവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഗായ്സ് നമ്മുടെ ഷോപ്പ് വരുന്നത് വൈക്കം കൊച്ചുകവലയിലാണ് ഷോപ്പ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ബൊട്ടിക് സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും ക്ലോത്തുകളോ എന്തെങ്കിലും ഗൗണോ ലെഹങ്കയോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം ഫിനിഷ് ആയിട്ടുള്ള ബ്ലൗസ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ബാക്കിലൊരു ഡോറി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി ബ്ലൗസ് ഫിനിഷാണ്.